സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു നിമിഷം ഇരിക്കാം. ഈശ്വര സ്നേഹമുള്ള ജോസച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള വികാരന്മാരെ, സ്നേഹമുള്ള വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള കുട്ടികളെ, അവരുടെ മാതാപിതാക്കന്മാരെ, ബന്ധുക്കളെ, മറ്റേ സ്നേഹമുള്ളവരെ, എത്ര സുന്ദരമായ ഒരു ദിവസമാണ്. ഒരു മാലാഖക്കൂട്ടം ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കാൻ നിൽക്കുന്നത് പോലെ മനോഹരവും കൃപ നിറഞ്ഞതുമായ ഒരു സുദിനം. ഈ ദിവസത്തിൻ്റെ അനുഗ്രഹം, ഈ ദിവസത്തിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒരു ദിവസമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ ആവാത്ത ഒരു ദിനമാണ്. ഈശോയെ ഉൾക്കൊള്ളാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ചെറുപ്പത്തിലെ മാമോദീസായും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും ഒക്കെ സ്വീകരിച്ച ഈ കുട്ടികൾ ഇന്നലെ വിശുദ്ധ കുംഭസാരത്തിന് ശേഷം പൂർണ്ണ വിശുദ്ധരായി ആഘോഷപൂർവ്വം ബോധപൂർവം തങ്ങളുടെ നാഥനെ രക്ഷകനെ സ്വീകരിക്കാൻ ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്ന സമയമാണ്. സ്വർഗവാസികളും ഭൂവാസികളും ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന മഹനീയമായ ഈ ബലിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ബലിയുടെ എല്ലാ കൃപകളും നമ്മുടെ മക്കളിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഈ ഒരു ക്ലാസ്സുകളുടെയൊക്കെ ഒരുക്കങ്ങളുടെയൊക്കെ അവസാന ദിവസമാണത്. പക്ഷേ ഇത് വിശുദ്ധിയുടെ ജീവിതത്തിന്റെ തുടക്കത്തിന്റെ ദിവസം കൂടെയാണ്. സിസ്റ്റർമാരെ ഇവരെ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ച് ഈ ദിവസത്തിലേക്ക്, ഈ ആൾക്കാരുടെ മുൻപിലേക്ക് അവരെ ചേർത്ത് നിർത്തുമ്പോൾ ഇനിയുള്ള കടമ വിശ്വാസത്തിൽ ഇവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത്, നല്ല മാതൃകകൾ നൽകേണ്ടത് മാതാപിതാക്കന്മാരാണ് എന്ന് തീർച്ചയാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ ഏവർക്കും നേരുമ്പോൾ, എല്ലാവിധ അനുഗ്രഹവും അഭിഷേകവും നിങ്ങൾക്ക് നേരുമ്പോൾ ഈ ദിവസത്തിലേക്ക് പ്രത്യേകമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ വിശുദ്ധ ബലി ജോസച്ചൻ നമുക്ക് വേണ്ടി അർപ്പിക്കുമ്പോൾ ഈ ബലിയുടെ കൃപകൾ, വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടട്ടെ. ഭക്തിയോടെ, ശ്രദ്ധയോടെ, വിശുദ്ധിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഒന്നു ചേർന്ന് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം വരുമയോ ഈ ബലിയർപ്പിക്കാം.
അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ്ന്നെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. Kami, ini wadah kita bikin
ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ബലവാനേ, പരിപാലന അമർത്യനേ, നിൻ കൃപകൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ എന്റെ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ സർവേശ്വരായ എന്നേക്കും. The reading from the book of Genesis. God bless you. After his return from the defeat of Chedorlaomer and the kings who were with him, the king of Sodom went out to meet him at the valley of Shaveh, that is the king's valley, and King Melchizedek of Salem brought out bread and wine. He was priest of God Most High. He blessed him and said, "Blessed be Abram by God Most High, maker of heaven and earth, and blessed be God Most High, who has delivered your enemies into your hand." ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ സർവേശ്വരായ എന്നേക്കും. The reading from the book of Malachi. Blessed be man. May God bless you. By offering defiled food on my altar, but you ask, how have we defiled you? By saying that the Lord's table is contemptible. When you offer blind animals for sacrifice, is that not wrong? When you sacrifice lamb or diseased animal, is that not wrong? Try offering them to your Lord now. Would he be pleased with you? Would he be accept you? Says the Lord Almighty. Now plead with God to be gracious to us. With such offering from your hands, will he accept you? Says the Lord Almighty. Oh, that one of you would shut the temple doors, so that you would not light useless fires on my altar. I am not pleased with you, says the Lord Almighty, and I will accept no offering from your hands. My name will be great among the nations, from where the sun rises to where it sets. In every place incense and pure offering will be brought to me, because my name will be great among the nations, says the Lord Almighty. But you profane it by saying, the Lord's table is defiled. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു.
ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൽ നമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. കരുതല്ലോ മാനവികാരങ്ങൾ ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകളോ അവിടുത്തെ പുകഴുര ചെയ്യുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. I am reading from the first letter to Corinthians, chapter 11, verses 23 to 30. Let's begin. May Christ bless you. For I received from the Lord what I also handed on to you, that the Lord Jesus, on the night when he was betrayed, took a loaf of bread, and when he had given thanks, he broke it and said, "This is my body that is for you. Do this in remembrance of me." In the same way, he took the cup also after supper, saying, "This cup is the new covenant in my blood. Do this as often as you drink it in remembrance of me. For as often as you eat this bread and drink the cup, you proclaim the Lord's death until he comes. Whoever therefore eats the bread or drinks the cup of the Lord in an unworthy manner will be answerable for the body and blood of the Lord. Examine yourselves, and only then eat of the bread and drink of the cup. For all who eat and drink without discerning the body eat and drink judgment against themselves. For this reason, many of you are weak and ill, and some have died. Praise be to Christ our Lord. ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലൊരാശ്രയമായി വന്നു നിറഞ്ഞു തുടങ്ങിയിരുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്ത മധുവായി ഞാനതൊഴുക്കിടട്ടെ ഏറ്റമനുഗ്രഹപൂരിതം
തൂലിക പോലെ നാളിപ്പോ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദ്യം മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. I am the living bread that came down from heaven. Whoever eats of this bread will live forever, and the bread that I will give for the life of the world is my flesh. The Jews then disputed among themselves, saying, how can this man give his flesh to eat? So Jesus said to them, very truly I tell you, unless you eat the flesh of the Son of Man and drink his blood, you have no life in you. Those who eat my flesh and drink my blood have eternal life, and I will raise them up on the last day. For my flesh is true food, and my blood is true drink. Those who eat my flesh and drink my blood abide in me, and I in them. Just as the living Father sent me, and I live because of the Father, so whoever eats me will live because of me. This is the bread that came down from heaven, not like that which your ancestors ate and they died. But the one who eats this bread will live forever. He said these things while he was teaching in the synagogue at Capernaum. The Gospel of the Lord. Glory to the Christ our Lord. Please sit down. How are you? You okay? Is everybody feeling okay? You happy? Why are you happy? Anybody can answer me. Why you are so happy? Okay. Anybody? No. You stand up, stand up. Because you are receiving Jesus. You know, there is a story in the Gospel of Luke. Jesus was going down the street, and there was a huge crowd with him. And there was a very short man, and his name was? Anybody? Huh? Zachariah. No. You are very close. Zacchaeus, yeah. He was a short man. He was a tax collector. But he heard about Jesus and he wanted to see Jesus. Who is this wonderful man? So what did he do? He climbed, okay, say it loud. He climbed a tree. And you know what kind of tree? Jack tree, mango tree.
Rubber tree? What kind of tree? Sycamore tree, yes. Congratulations. Good. So he climbed on a sycamore tree, and Jesus came at the bottom of the tree. He looked up, and then he invited him, "Come down." And what did Jesus say? What did Jesus say? "Come down, I want to come to your house, I want to stay with you. I want to stay with you." And he was all happy, He never expected such a big person like Jesus. A great person like Jesus would come to his house and stay with him and eat with him. Okay, and will bless him. He never thought. So he was all happy. Okay, today Jesus is saying the same thing to you, all of you. What does he say? I want to come to you. I want to stay with you. I want to eat with you. And I want to bless you. You hear me? And you have come here to take Jesus along with you. You're going to take Jesus along with you. And he is going to stay with you forever. People visit friends. People visit friends. Or great people may come and visit sick people. Some others may come to give some alms or helps. So people visit their friends or other people because of various reasons. Friendship or love, or to bless a certain person, okay, to give some respect to a certain person, or some people may come to help. Now Jesus is doing all of this. He comes to you because he loves you. He became a human being because he loved us. In John's Gospel, chapter 3, verse 16, we read, God the Father loved the world so much that he was even prepared to give his own Son. So the Son came into the world and became a human being because he loved us. He wanted to save us. And Jesus is now coming to you because he loves you. Jesus went to the house of Zacchaeus because he loved him. Jesus went to the house of Mary and Martha and Mary because he loved them. Jesus visited so many houses to bless them. Jesus visited the house of St. Peter's wife's house. Because the mother-in-law of Peter was sick. He went there to cure her. He went to Jairus' house to resuscitate his daughter. So Jesus comes because of his love for us. Jesus comes to give respect to other people. Jesus comes to give respect because he respects us. And thirdly, he comes to help us. My dear friends, Jesus is the best friend. Jesus is the only friend who is going to be loyal to you,
You have many friends. I have hundreds of friends. Some of them don't even call me. I am from India and I am here now. Some of them even don't call me. Okay? So some of our friends may simply forget us. Jesus will never forget you. Be close to him. He is the only friend who is going to be loyal, who is going to be faithful, who is going to stay with you. Uninvited, he may come to you and he will stay with you. Just as he did with Zacchaeus. Zacchaeus did not invite him. He did not invite Jesus to come to his house. But remember what he said? Come down. I want to stay with you. Come down. I want to stay with you. Jesus wants to stay with us. Jesus wants to bless us. And also Jesus wants to help us. Keep close to him, just as he is going to be close to you. Today is a big day in your life. And I'm sure that you're going to remember this day for the rest of your life. Today is the eve of the Feast of the Assumption. Tomorrow is the Feast of Assumption. When we remember and honor Mary, who was assumed into heaven, who was taken to heaven. Tomorrow we are going to celebrate it. And that is why we have the communion today. And one day, Jesus also will take each one of us. We will be assumed into heaven, just as Mary was assumed. And that Jesus is going to come to you today. So receive him in all earnestness. Receive him with all fervor. Receive him with all fervor. Now look how beautifully the church is decorated. Because this is a big day. Because this is a big day for you. This is the way the church is respecting you. You know, a few parents, under the leadership of our sisters, especially Sister Jody, they worked hard for decorating the church. Give them an applause. Didn't they do a good job? Didn't they do a good job? Yes, they did. All for you. All for you. The parish loves you. Your parents love you. That is why they brought the best dress for you. Look at the amount of money that is spent on you. All the boys are in big suits. All the girls are in beautiful dress. They have also the net and also the crown. I remember my own first communion. All dressed up. All dressed up. So the parish loves you. Your parents love you. Your friends love you. Remember this day. Jesus also loves you. Jesus loves you more than anything else. So remember this day. The church is beautiful. We have the big choir here, the best singers. We have all the pictures taken. Your pictures are taken constantly because they want to give you, your parents want to give you a gift with all the pictures. And I thank you for this gift, this coat, Kappa.
This is a gift from the first communicants. And they also are going to give a gift to the charity fund of the parish. Thank you for that also. My dear friends, my dear little children, be good, be good. Jesus loves good people. And you're going to be good, and you're going to be loving, you're going to be charitable, you're going to be obedient, and you're going to be helping others, especially your parents at home. May God bless you. Okay? Let us all stand together with joy and exultation and pray. Lord, have mercy on us. Lord, have mercy on us. Jesus, our Savior, give strength to your church, which you redeemed with your precious body and blood, and sustain with the blood of martyrs, to overcome difficulties and oppositions, and to successfully continue its mission. Let us pray. Lord, have mercy on us. Lord, promote understanding and unity among the churches, and protect them in the one only true faith. Let us pray. Lord, have mercy on us. Lord, give your people the goodwill to think along with the church and to actively participate in her activities to the best of their ability. Let us pray. Lord, have mercy on us. Bless our Holy Father, Pope Francis, the head of the Universal Church, your major Archbishop Michael, the Father and head of our Solemn Church, our Bishop Marjoris, the Father and head of our diocese, and all of the bishops who participate in your church according to your will. Let us pray. Lord, have mercy on us. For our beloved parents, the priests, sisters, teachers, relatives, friends, and all those who have prepared us to receive the sacrament of confirmation and Holy Communion, that our Lord Jesus Christ always bless them with the graces they need. We pray to the Lord. Lord, hear our prayers. Lord, strengthen us to renew the world in you by being your witness. Let us pray. Lord, hear our Hear our prayers. prayers. Lord, you appointed the apostles to proclaim to the world of the gospels of salvation. Help us to become a true missionary of the church which is built upon the foundation of the apostles and prophets. Let us pray. Lord, hear our prayers. That the parents, teachers, and benefactors who raise them up in Christian faith be infused with your spirit. Lord, hear our prayers. Let us commend ourselves and one another to the Father, the Son, and the Holy Spirit. Lord, we commit ourselves to you. Lord Almighty God, we humbly pray you, fill these children with your Spirit. May they grow up to the plenitude of Christian life. May they be strengthened not to forget you in prosperity and to seek you out in adversity. Bless them to bear strong witness to you in life, and then after death to find the bliss of eternal happiness. Father, Son, and the Holy Spirit, forever. Being filled with the Holy Spirit and confirmed in faith. Being filled with the Holy Spirit and confirmed in faith, do you desire to witness to Christ? May God bless you.
സ്നേഹജാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ അഗ്നിനാളമായി നമ്മുടെ ജീവനായി ഞങ്ങളിൽ വന്നു പാടിടൂ ദൈവാനുഭൂതിയെ സ്നേഹജാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ അഗ്നിനാളമായി അന്യജീവനായി ഞങ്ങളിൽ വന്നു പാടിടൂ ശ്രീമാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ ശ്രീമാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം Lord Almighty God, we thank you for the infinite mercy by which you sent the Holy Spirit upon the apostles and strengthened them. You showered the church with the gift of the Holy Spirit through the imposition of hands by the apostles and their successors. Make me, O Lord, your humble servant, worthy to administer this gift to this child, Father, Son, and the Holy Spirit, forever. Amen. God our Father, you have granted us, through baptism, new birth, membership in the mystical body of Christ, and the title to eternal life. Sign this girl with the promised Spirit and give them the spirit of filiation that may call you Abba Father. Empower Mary, being filled with the divine Spirit through the imposition of hands, to live as a brave soldier, bearing witness to the gospel and as a loyal servant of the church. May she be filled with your Spirit, fruits of love, peace, happiness, patience, kindness, goodness, fidelity, meekness, and self-control. By your grace, may she be blessed
to live a life undefiled. We offer praise, honor, and worship to you and your beloved Son and to the Holy Spirit, now, always, and forever. Amen. Mary, having been baptized, is now perfected and confirmed. In the name of the Father, and of the Son, and of the Holy Spirit. Amen. Lord God, may the life-giving sign and the fullness of the grace of the Holy Spirit that she has received, the new life she has begun, and the arm of justice she is wearing, shield them from the enemy's harm. May she be blessed to exude the divine fragrance of Christ in his true paradise. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞു വഴങ്ങണമേ. ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി നിലനിർത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ധോജനം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയാകുകയും ചെയ്യുന്നവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധരാസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Masambaru sabres bamaraya, Masambaru sabres bamaraya. Pagre nasita, madre akira, ayumad bagudsa, deva sabare hamsa. കൊല്ലത്തെ സ്ഥാനവരെ പമ്മാലാകെ നമ്പവരെ കന്ദീസ് 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 മറിയാമാല നെക്കുമെ മസ്കേരെ ഉനസ്ബഹു പകിലെ ദർശികാ Madhme akira, almad bagudsa, dehan sabare hamsa, kollante staravale, pammalage nambavale, kandis kandis kandis, Mariamala.
സ്വർഗമാർന്ന മഹിമയോട് നിത്യപിതാവിൻ
ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സകലത്തിനെയും നാഥനായിരിക്കും തന്റെ വീക്ഷണമേറ്റുവാൻ അന്വേഷിക്കട്ടെ. ഈ കുർബാനകൾ സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഇതിനെ അവിടുന്ന് സംപ്രേതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്ക് ലാഭം വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയും, അടുത്തവണ ചോദിക്കുകയും ചെയ്യാം. നിങ്ങൾ അതേപോലെ തന്നെ ഇവിടെ അനുശോചനമായി സൃഷ്ടിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ പ്രകാശം ചെയ്യപ്പെടുന്നു. പുരോഹിതമായ വഴി സമാധാനം വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ ശ്രദ്ധയെക്കുറിച്ച് നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാളുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ ശക്തികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അത്മയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവീന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശിവനാഥ ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി
നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുന്നവരുമായ നിന്റെ ഈ ദാസ് ഇപ്പോഴിതാ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ജൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഭാവികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതേപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ്കോസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ഗീവർഗീസ് മുദ്രാപുനീതായ്ക്ക് വേണ്ടിയും മേലധ്യക്ഷനും പിതാവുമായ ജോസ് മുദ്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രിയജനകമായി സംവർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ.
സ്വീകരിക്കണമേ. ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ തിരുനാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന നിന്റെ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവനസ്മരണം അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ നയിച്ചുവെന്നും ഭൂവാസികളും എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവിൻ്റെ പൂർണ്ണമായ മിശിഹാവെന്ന് ജീവദായകമായ സവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാസഭയുടെ സന്താനങ്ങളുമായി തീരുന്ന എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നെല്ലാം മനുഷ്യർ അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശതരുമായ ഈ ദാസനും അങ്ങ് നൽകിയ ഈ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാലയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. നിന്റെ നാമത്തിൽ നാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിന് നിസ്തുതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ, പാപമായ നിങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിന്റെ ദിവ്യപരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ചു കണ്ടെത്തുന്ന ഇടയാ എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നിന്റെ ശുശ്രൂഷകരെ സുഗന്ധമുതലാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപൂർവ്വം നിന്റെ ഈ ജനത്തെ സുഗന്ധമുതലാക്കണമേ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം